സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRTS പദ്ധതി തള്ളി ഇ ശ്രീധരൻ. അതിവേഗ റെയിലുമായി മുന്നോട്ട് പോകുമെന്നും ശ്രീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ റെയിൽ പദ്ധതി തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ഇ ശ്രീധരൻ ആരോപിച്ചു. ഇ ശ്രീധരന്റെ അതിവേഗ പാതയാണെങ്കിലും അത് വരട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതിവേഗ റെയിലിന് ബദലായി അതിവേഗം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന RRTSനെ പാടെ തള്ളിക്കളയുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. മുഖ്യമന്ത്രിക്ക് ഈ ഐഡിയ നൽകിയത് ആരാണെന്നറിയില്ല. പദ്ധതി നിർദ്ദേശം വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ്. കാരണം ഇത് പ്രായോഗികമല്ല. RRTS നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. RRTS നഗരപ്രാന്തങ്ങളിൽ നിന്ന് നഗരകേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന സർവീസാണ്. അതിന്റെ ശരാശരി വേഗത 70 കിലോമീറ്റർ മാത്രമാകും. എന്നാൽ അതിവേഗ റെയിലിന് 200 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ഇതിനെപ്പറ്റി നമ്മൾ ആരും വരിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഒരു സ്റ്റണ്ട് മാതിരി വെച്ചിരിക്കുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിലിലെ റിപ്പോർട്ട് വേഗത്താക്കാം. ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ വ്യൂണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസറുടെ കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കാം. കേരയിൽ മുടക്കിയത് താനാണെന്ന ആരോപണവും ഇ ശ്രീധരൻ തള്ളി. എന്നാൽ അതിവേഗ റെയിലിനായി ഏത് പദ്ധതി വന്നാലും നടപ്പിലാക്കുമെന്ന് CPIM വ്യക്തമാക്കി. RRTSനെ കുറിച്ചുള്ള ഇ ശ്രീധരന്റെ വിമർശനങ്ങളെ MV ഗോവിന്ദൻ പരിഹസിച്ചു. മണ്ഡലം പ്രോജക്റ്റിനെ പറ്റി ഞാനെന്തിനധികം പറയേണ്ട കാര്യം? ഞാനാണ് അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി, അതിനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ശ്രീധരൻ. അതുകൊണ്ട് ഈ ശ്രീധരനെ പറ്റി എനിക്ക് പറയാൻ ഒരു ഉത്കണ്ഠയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അദ്ദേഹം തന്നെ മാറ്റിക്കൊള്ളും. എന്നാൽ ശ്രീധരന്റെ പരിപാടിയാണ് വരുന്നത്, ശ്രീധരന്റെ പരിപാടി വന്നോട്ടെ. നമുക്ക് റോഡ് ഈ അതിവേഗത്തിലോ അല്ലെങ്കിൽ അർദ്ധവേഗത്തിലോ ഉള്ള റെയിൽ സംവിധാനം പോകണമെന്നേ ഉള്ളൂ. ഇ ശ്രീധരന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന റെയിൽ പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ന്യൂസ് മലയാളം, മലപ്പുറം.